രാമായണ മാസം 6-ാം ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ അയോധ്യാകാന്ഡത്തിലേക്ക് കടക്കുകയാണ്. ആദ്യം നാരദ രാഘവ സംവാദം. അതിസുന്ദരനും ബാലചന്ദ്രന് തുല്യമായ നെറ്റിയിൽ ചന്ദനമണി അണിഞ്ഞവനും ബാലസൂര്യനെ പോലെ കൗസ്തുഭരത്നം കഴുത്തിൽ അണിഞ്ഞിരിക്കുന്നവനുമായ ശ്രീരാമൻ ചന്ദ്രമുഖിയായ സീതയോടൊപ്പം താമ്പൂലം ചമച്ച് പല വിനോദങ്ങളിൽ ഏർപ്പെട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ശ്രീരാമനെ കാണുന്നതിനു വേണ്ടി ശരത്കാല ചന്ദ്രനെ പോലെ ശോഭിക്കുന്നവനും ശുദ്ധസ്ഫടികം പോലെ നിറമുള്ള ശരീരത്തോടു കൂടിയവനുമായ നാരദ മഹർഷി പെട്ടെന്ന് ആകാശത്തിൽ നിന്ന് ആദരവോടെ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. സംഭ്രമത്തോടെ ശ്രീരാമൻ നാരദനെ കണ്ട് ആദരപൂർവ്വം സീതയോടൊപ്പം എഴുന്നേറ്റ് മഹർഷിയെ സാഷ്ടാംഗ നമസ്കാരം ചെയ്തു. പാദ്യം, ആസനം, ആചമനീയം മുതലായവ സമർപ്പിച്ച് മഹർഷിയെ പൂജിച്ചതിനു ശേഷം നാരദന്റെ അനുവാദത്തോടെ ശ്രീരാമൻ ഇരുന്നു. അനന്തരം പുഞ്ചിരിയോടുകൂടി നാരദനോട് ഇങ്ങനെ ആദരവോടെ പറഞ്ഞു: അല്ലയോ കരുണാനിധേ, ഞാനിപ്പോൾ അങ്ങയുടെ പാദങ്ങൾ വന്ദിക്കുന്നു. പലതരം ലൗകിക കാര്യങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന മനസ്സോടുകൂടിയ ലൗകികനായ ഞങ്ങൾക്ക് ജ്ഞാനിയായ അങ്ങയുടെ പാദകമലം കണ്ടു കിട്ടുക വളരെ ദുർബലമത്രേ. പണ്ട് ഞാൻ ചെയ്തിട്ടുള്ള പുണ്യകർമ്മത്താലാണ് അങ്ങയെ കാണാൻ അവസരം ലഭിച്ചത്. ബ്രഹ്മപുത്രനായ മഹാമുനി, എന്റെ വംശവും ജന്മവും രാജ്യവും അങ്ങയുടെ ആഗമനത്താൽ പരിശുദ്ധമായി തീർന്നിരിക്കുന്നു. ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് അങ്ങ് അരുളി ചെയ്യണം. എന്തു കാര്യത്തിനു വേണ്ടി ഇങ്ങോട്ട് എഴുന്നള്ളി എന്ന സസന്തോഷം പറഞ്ഞാലും ഞാൻ അറിവില്ലാത്തവനാണെങ്കിലും അവിടുത്തെ കാരുണ്യമുണ്ടെങ്കിൽ സംശയമില്ലാതെ ഞാൻ സാധിച്ചു തരാം. ഇത് കേട്ട നാരദ മഹർഷി ഭക്തവത്സലനായ ശ്രീരാമനെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് സരസമായി ഇങ്ങനെ പറഞ്ഞു: എന്നെ മോഹിപ്പിക്കാനായി സാധാരണ ജനങ്ങൾ പറയുന്നത് പോലെ ഭംഗി വാക്കുകൾ പറയുന്നത് എന്തിനാണ്? മനോഹരങ്ങളായ വാക്കുകൾ പറഞ്ഞ് എന്നെ കൂടുതൽ മോഹിപ്പിക്കരുത്. ചിലപ്പോൾ മഹാപുരുഷന്മാർക്ക് പോലും ലൗകികമായ മര്യാദ അനുസരിച്ച് ഭംഗി വാക്കുകൾ പറയേണ്ടി വരും. അല്ലയോ ലോകനാഥ, യോഗേശ്വരനായ നീ സംസാരിയാണെന്ന് പറഞ്ഞത് സത്യം തന്നെ. ഇപ്പോൾ ഞാൻ ഇവിടെ വന്നത് ബ്രഹ്മാവിന്റെ നിയോഗമനുസരിച്ചാണ്. അങ്ങ് രാവണനെ കൊന്ന് ലോകങ്ങളെ രക്ഷിക്കാമെന്ന് ദേവകളോട് അരുളി ചെയ്തതിനു ശേഷമാണ് മനുഷ്യനായി ദശരഥന്റെ മകനായി ജനിച്ചത്. എന്നാൽ പൂജ്യനായ അങ്ങേ രാജ്യഭരണത്തിന് വേണ്ടി യുവരാജാവായി അഭിഷേകം നടത്താൻ ഒരുങ്ങുന്നു. അങ്ങ് അതിന് സമ്മതിക്കുമെങ്കിൽ രാവണനെ കൊല്ലാനുള്ള അവസരം ഒരിക്കലും ഉണ്ടാവുകയില്ല. ദേവന്മാരോട് അങ്ങ് ചെയ്ത സത്യം പാലിക്കാമെന്ന് അങ്ങേ അറിയിക്കാൻ ബ്രഹ്മാവാണ് എന്നെ ഇങ്ങോട്ട് അയച്ചത്. ഇങ്ങനെ നാരദൻ പറഞ്ഞതിന് മറുപടിയായി ശ്രീരാമൻ ഇപ്രകാരം പറഞ്ഞു: ഞാൻ ഒരിക്കലും സത്യം ലംഘിക്കുകയില്ല. അതോർത്ത് വിഷമിക്കരുത്. കാലതാമസം എന്താണ് എന്നാണെങ്കിൽ പറയാം. അതിന് തക്ക കാരണമുണ്ട്. കാലസ്ഥിതി നോക്കി പ്രവർത്തിച്ചാലേ മനുഷ്യർക്ക് ലക്ഷ്യം നേടാൻ കഴിയൂ. ശ്രീ പരമേശ്വരൻ പോലും കാലസ്വരൂപനാണ്. പൂർവ്വജന്മങ്ങളിൽ ചെയ്തിട്ടുള്ള കർമ്മങ്ങളുടെ ഫലം അവസാനിപ്പിക്കുമ്പോൾ മാത്രമേ ആർക്കും എന്തെങ്കിലും ചെയ്യാൻ കഴിയൂ. മനുഷ്യപ്രയത്നം ലക്ഷ്യപ്രാപ്തിക്കുള്ള വെറും കാരണമാണെന്ന് ആർക്കാണ് അറിഞ്ഞുകൂടാത്തത്? മഹാവിഷ്ണുവിന്റെ പാദങ്ങളാണേ നാളെ തന്നെ ഞാൻ വനത്തിലേക്ക് പോകുന്നുണ്ട്. മുനിവേഷം ധരിച്ച് 14 വർഷം ഞാൻ കാട്ടിൽ കഴിയും. ഞാൻ തന്നെ രാവണനെയും രാക്ഷസ വംശത്തെയും കൊന്നുമുടിക്കും. സീതയെ കാരണമാക്കിക്കൊണ്ട് രാക്ഷസ വംശത്തിന്റെ നാശം ഞാൻ വരുത്തും. ഇത് സത്യമാണ്. അനന്തരം നാരദൻ സന്തോഷത്തോടെ പ്രദക്ഷിണം ചെയ്ത് സാഷ്ടാംഗം നമസ്കരിച്ചിട്ട് യാത്രാ അനുമതിയും വാങ്ങി ദേവലോകത്തേക്ക് പോയി. ദശരഥ മഹാരാജാവ് ബ്രഹ്മപുത്രനും കുലഗുരുവുമായ വസിഷ്ഠനെ വണങ്ങിക്കൊണ്ട് ഇങ്ങനെ പറഞ്ഞു: ഗുരു, പൗരന്മാരും മന്ത്രിമുഖ്യന്മാരും ശ്രീരാമനെ എപ്പോഴും പ്രശംസിക്കുന്നുണ്ട്. ശ്രീരാമന്റെ ഗുണഗണങ്ങൾ മനസ്സിലാക്കിയവരുടെ ആനന്ദമാണത്. ഞാൻ വൃദ്ധനായി. അതിനാൽ ജ്യേഷ്ഠനായ ശ്രീരാമനെ രാജ്യഭരണത്തിന് വേണ്ടി എത്രയും വേഗം അഭിഷേകം ചെയ്യണം. അത് എങ്ങനെയെല്ലാം വേണമെന്ന് ആലോചിച്ച് അങ്ങ് അനുവാദം നൽകണം. പ്രജകൾക്കെല്ലാം രാമനോടുള്ള സ്നേഹാദരങ്ങൾ അങ്ങ് കാണുന്നുണ്ടല്ലോ. കുറച്ചുനാൾ മുമ്പ് ഇവിടെ നിന്ന് അമ്മാവനെ കാണാൻ പോയ ഭരതനും ശത്രുഘ്നനും ഇതേവരെ വന്നില്ല. അഭിഷേകത്തിന് അടുത്ത ദിവസം നല്ല മുഹൂർത്തമുണ്ടെന്ന് തോന്നുന്നു. പൂയം നക്ഷത്രം നല്ലതാണ്. അതിനാൽ ഭരത ശത്രുഘ്നന്മാരെ ഇനി കാത്തിരിക്കേണ്ടതില്ല. അഭിഷേകത്തിന് വേണ്ടതെല്ലാം സംഭരിക്കുക. ഇപ്പോൾ തന്നെ രാമനെ വിവരം അറിയിക്കണം. കോടി തോരണങ്ങളെല്ലാം ഉയർത്തി നഗരം അലങ്കരിക്കുക. പെരുമ്പറനാഥം ദിക്കുകളിലെല്ലാം മുഴങ്ങട്ടെ. അനന്തരം ദശരഥൻ സുമന്ത്രരോട് പറഞ്ഞു: വസിഷ്ഠ മഹർഷി പറഞ്ഞതുപോലെ എല്ലാ ഒരുക്കങ്ങളും നടത്തുക. നാളെ തന്നെ രാമനെ യുവരാജാവായി അഭിഷേകം നടത്തണം. ഇങ്ങനെ സുമന്ത്രരെ ചുമതലകൾ ഏൽപ്പിച്ചിട്ട് വേഗം തേരിൽ കയറി ശ്രീരാമന്റെ മനോഹരമായ ഭവനത്തിലെത്തി. വസിഷ്ഠനെ ശ്രീരാമൻ ദണ്ഡ നമസ്കാരം ചെയ്തു. രത്നസിംഹാസനത്തിൽ ഇരുത്തിയിട്ട് സീതയോടൊത്ത് സ്വർണ്ണക്കുടങ്ങളിലെ ശുദ്ധജലം കൊണ്ട് ആചാര്യന്റെ പാദം കഴുകി തീർത്ഥജലം ശിരസിൽ തളിച്ച് വിശുദ്ധനായി. അനന്തരം സസന്തോഷം ഇങ്ങനെ പറഞ്ഞു: അങ്ങയുടെ പാദം കഴുകി തീർത്ഥം ശിരസിൽ തളിച്ചതിനാൽ ഞാൻ ഇന്ന് ധന്യനായി. ശ്രീരാമന്റെ വാക്കുകൾ കേട്ട വസിഷ്ഠൻ ചിരിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു:
രാജകുമാര, നിന്റെ വാക്കുകൾ കൊള്ളാം. നിന്റെ പാദതീർത്ഥം ധരിച്ച് കാമവൈരിയായ ശ്രീപരമേശ്വരൻ ധന്യനായി. എന്റെ പിതാവായ ബ്രഹ്മദേവൻ പോലും പരിശുദ്ധനായത് അങ്ങയുടെ പാദതീർത്ഥം ധരിച്ചതുകൊണ്ടത്രേ. അല്ലയോ അത്ഭുത പരാക്രമ, ഇപ്പോൾ നീ പറഞ്ഞത് ലോകരെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയാണ്. നീ ആരാണെന്ന് എനിക്ക് നല്ലവണ്ണം അറിയാം. സാക്ഷാൽ പരബ്രഹ്മസ്വരൂപനും മോക്ഷം ദാനം ചെയ്യുന്നവനും നാനാ ലോകരൂപനുമായ ഈശ്വരൻ ലക്ഷ്മി ഭഗവതിയോടൊന്നിച്ച് ഭൂമിയിൽ വന്ന് ജനിച്ചിരിക്കുകയാണ്. രാവണനെ കൊന്ന് ദേവന്മാരുടെ ആഗ്രഹം നിറവേറ്റി അവരുടെ ദുഃഖം ശമിപ്പിക്കാനും ഭക്തജനങ്ങൾക്ക് മോക്ഷം കൊടുക്കാനും ഭൂമിയിൽ അവതരിച്ച ലക്ഷ്മീകാന്ത, ദേവപ്രീതിക്കായി അനുഷ്ഠിക്കുന്ന ഈ കർമ്മത്തിന് തടസ്സമുണ്ടാകരുതെന്ന് കരുതിയാണ് അതീവ രഹസ്യമായി ഈ കാര്യം ഞാൻ പരസ്യപ്പെടുത്താത്തത്. അങ്ങ് മായാമനുഷ്യനായി ജീവിച്ച് അവതാര കാര്യങ്ങൾ നിറവേറ്റുക. നാളെ നിനക്ക് അഭിഷേകം നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന കാര്യം നിന്നെ നേരിട്ടറിയിക്കണമെന്ന് ദശരഥ മഹാരാജാവ് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ തിടുക്കത്തിൽ ഇവിടെ വന്നത്. ഇന്ന് സീതയോടൊപ്പം ഉപവസിച്ച് നിലത്ത് കിടക്കണം, ബ്രഹ്മചര്യം പാലിക്കണം. ഞാൻ അവിടെ ചെന്ന് മറ്റു കാര്യങ്ങളെല്ലാം ഒരുക്കാം. പ്രഭാതത്തിൽ തന്നെ നീ വന്നെത്തണം. ഇത്രയും പറഞ്ഞിട്ട് വസിഷ്ഠൻ തേരിൽ കയറി യാത്രയായി. അനന്തരം ശ്രീരാമൻ ചിരിച്ചുകൊണ്ട് രഹസ്യമായി ലക്ഷ്മണനോട് ഇങ്ങനെ പറഞ്ഞു: അടുത്ത ദിവസം അച്ഛൻ എന്റെ സസന്തോഷം യുവരാജാവായി അഭിഷേകം ചെയ്യും. ഞാൻ ഇക്കാര്യത്തിൽ വെറും നിമിത്തം മാത്രമാണ്. നീ എന്റെ ശരീരത്തിന് വെളിയിലുള്ള എന്റെ ജീവനാകിയാൽ ഭരണകർത്താവും രാജ്യസുഖം അനുഭവിക്കുന്നതും നീ തന്നെ. അതുകൊണ്ട് നാളത്തെ ഉത്സവത്തിൽ പങ്കുകൊള്ളാൻ തയ്യാറായിക്കൊള്ളുക. നീ എനിക്ക് തുല്യനാണ്. അതിനാൽ ഇക്കാര്യത്തിൽ നമ്മോട് മത്സരിക്കാൻ മറ്റാരുമില്ല. അവർ ഇപ്രകാരം ഓരോന്നും പറഞ്ഞിരിക്കുമ്പോൾ വസിഷ്ഠൻ കൊട്ടാരത്തിലെത്തി വൃത്താന്തമെല്ലാം ദശരഥനെ സന്തോഷപൂർവ്വം അറിയിച്ചു. ശ്രീരാമന്റെ അഭിഷേക കാര്യങ്ങൾ, അതിനുള്ള പൂജാവിധികൾ എന്നിവയെക്കുറിച്ച് ദശരഥൻ വസിഷ്ഠനോട് പറയുന്നത് കേട്ട ഒരു പരിചാരകൻ ഈ വിവരം കൗസല്യയെയും സുമിത്രയെയും അറിയിച്ചു. ഈ സന്തോഷ വാർത്ത കേട്ട് അവർ പരിചാരകന് ഒരു മാല സമ്മാനമായി നൽകി. മകന്റെ ഐശ്വര്യത്തിനു വേണ്ടി കൗസല്യ സസന്തോഷം ലക്ഷ്മി ദേവിയെ പൂജിച്ചു. മഹാദേവി, നാദേ, നീ മാത്രമാണ് എനിക്ക് സഹായം. സത്യസന്ധനായ ദശരഥ മഹാരാജാവ് എന്റെ പുത്രനെ തന്നെ യുവരാജാവായി അഭിഷേകം ചെയ്യും. എങ്കിലും കൈകേയിക്ക് വശംവദനാണ് ദശരഥനെന്നും ചിന്തിക്കുമ്പോൾ എന്റെ മനസ്സ് അസ്വസ്ഥമാകുന്നു. ദുർഗേ ഭഗവതി പാപനാശിനി, ഞങ്ങളുടെ കാലക്കേട് നീക്കി സഹായിക്കണേ. ദശരഥ മഹാരാജാവ് കൈകേയിയുടെ പ്രിയ കാമുകനാണ്. ഈശ്വര, കാമിനിയായ അവളുടെ മനസ്സിലിരിപ്പ് എന്താണെന്ന് അറിഞ്ഞുകൂടാ. നല്ലത് വരുത്തണേ. എന്നിങ്ങനെ കൗസല്യ ചിന്തിച്ച് വിഷമിച്ചിരിക്കുന്ന സമയത്ത് ദേവന്മാരെല്ലാം ഒത്തുചേർന്ന് സരസ്വതി ദേവിയോട് ഇങ്ങനെ പറഞ്ഞു: ലോകമാതാവായ അല്ലയോ സരസ്വതി, അവിടുന്ന് വളരെ വേഗം അയോധ്യയിലേക്ക് എഴുന്നള്ളണം. രാമാഭിഷേകത്തിന് വിഘ്നമുണ്ടാക്കാൻ മറ്റാർക്കും കഴിയുകയില്ല. മന്ദരയുടെ നാവിൽ പ്രവേശിച്ച് അവളെ കൊണ്ട് കൈകേയിയെ പറയിപ്പിച്ച് അഭിഷേകം മുടക്കണം. മടിക്കരുത്. പിന്നെ ഇങ്ങോട്ട് എഴുന്നള്ളാം. ദേവന്മാരുടെ അപേക്ഷ പ്രകാരം അവരുടെ കാര്യസിദ്ധിക്ക് വേണ്ടി വാണീദേവി പോയി മന്ദരയുടെ നാവിൽ പ്രവേശിച്ചു. അപ്പോൾ ശരീരത്തിൽ 3 വളവുകളുള്ള കൂനിയായ മന്ദര ചിലതെല്ലാം തീരുമാനിച്ചുറച്ചുകൊണ്ട് കൈകേയിയുടെ മാളികയിലേക്ക് വേഗം കടന്നു ചെന്നു. തിടുക്കത്തിൽ വന്നെത്തിയ മന്ദരയോട് കൈകേയി ചോദിച്ചു: മന്ദരെ, രാജ്യമെല്ലാം അലങ്കരിച്ചിരിക്കുന്നു, എന്താണ് കാരണം? മന്ദര പറഞ്ഞു: നാളികലോചനനായ രാമന് നാളെ അഭിഷേകമുണ്ടെന്ന് തീർച്ച. ദുർഭഗയും മൂഢയും അഹങ്കാരിയുമായ നീ ഇതൊന്നും അറിയാതെ ഇവിടെ കിടന്നുറങ്ങൂ. നിനക്ക് വലിയൊരു ആപത്ത് അടുത്തു വന്നിരിക്കുന്നു. നിനക്ക് ആരും ബന്ധുവായിട്ടില്ല എന്നുറപ്പാണ്. അല്ലയോ സുന്ദരി, അടുത്ത ദിവസം രാമാഭിഷേകം നടക്കാൻ പോകുന്നു. ഇത് കേട്ട് സംഭ്രമത്തോടെ എഴുന്നേറ്റിട്ട് കൈകേയി മനോഹരമായ ഒരു സ്വർണ്ണ പാദസരം സന്തോഷത്തോടെ മന്ദരയ്ക്ക് നൽകിയിട്ട് ചോദിച്ചു: ഞാൻ സന്തോഷത്തോടെ കഴിയുമ്പോൾ എനിക്ക് ദുഃഖമുണ്ടാകാൻ പോകുന്നുവെന്ന് നീ പറയാൻ കാരണം എന്താണ്? അത്തരത്തിലുള്ള ആപത്തുണ്ടാകാൻ ഒരു സാധ്യതയും ഞാൻ കാണുന്നില്ല. രാമനോടുള്ളതുപോലെ സ്നേഹം എനിക്ക് മറ്റാരോടുമില്ല. മാത്രമല്ല, ഭരതനേക്കാൾ സ്നേഹം എനിക്ക് രാമനോടാണ്. രാമനും കൗസല്യേക്കാൾ എന്നെയാണ് കൂടുതൽ സ്നേഹിക്കുന്നത്. അതിലൊരു സംശയവും എനിക്കില്ല. അവൻ എന്നോടുള്ളത്ര ഭക്തിയും വിശ്വാസവും ബഹുമാനവും വേറെ ആരിലുമില്ലെന്ന് നീ മനസ്സിലാക്കണം. എൻ്റെ മകൻ രാമൻ നല്ല വസ്തുക്കൾ എനിക്ക് തന്നേ മറ്റുള്ളവർക്ക് കൊടുക്കാറുള്ളൂ. എനിക്കിഷ്ടമില്ലാത്ത ഒരു വാക്കും അവൻ പറയുകയില്ല. ഒരിക്കലും ഭേദചിന്തയില്ലാത്തവനാണ് അവൻ. എപ്പോഴും അവൻ എന്നെ ഒരു മടിയും കൂടാതെ ശുശ്രൂഷിക്കുന്നു. മൂഢേ, നീ രാമനെ പേടിക്കാൻ എന്താണ് കാരണം? എൻ്റെ മകൻ എല്ലാവർക്കും പ്രിയപ്പെട്ടവനും ആരോടും ശത്രുതയില്ലാത്തവനും ശാന്തനും ദയാലുവുമാണ്. കൈകേയിയുടെ വാക്കുകൾ കേട്ടിട്ട് ദുഃഖത്തോടെ മന്ദര വീണ്ടും പറഞ്ഞു: പാവി, എന്റെ വലിയ ഭയത്തിന് കാരണം എന്തെന്ന് കേൾക്കൂ. ദശരഥ മഹാരാജാവ് നിന്നെ വഞ്ചിച്ചത് നീ അറിഞ്ഞില്ലേ? നിന്റെ മകനായ ഭരതനെയും അവന് പ്രിയങ്കരനായ ശത്രുഘ്നെയും അവരുടെ അമ്മാവന്റെ ഗൃഹത്തിലേക്ക് ദശരഥ മഹാരാജാവ് മനഃപൂർവ്വമാണ് അയച്ചത്.
രാമൻ അഭിഷേകം നടത്തിയാൽ രാജ്യഭരണം കൊണ്ടുള്ള സുഖം അനുഭവിക്കുന്നത് ലക്ഷ്മണനായിരിക്കും. അത് സുമിത്രയുടെ ഭാഗ്യം. ഭാഗ്യം കെട്ട നീ വെറും ദാസിയായി എന്നും കൗസല്യയെ പരിചരിക്കണം. കൗസല്യയുടെ മകനെ സേവിച്ചുകൊണ്ട് ഭരതനും കഴിയേണ്ടി വരും. എന്തെങ്കിലും രാജപദവി കിട്ടുമെന്ന വിചാരവും വേണ്ട. നിങ്ങളെ നാട് കടത്തുകയോ ചിലപ്പോൾ കൊല്ലുകയോ ചെയ്തെന്ന് വരാം. സ്വപത്നിയായ കൗസല്യയോട് തോറ്റിട്ട് സങ്കടത്തോടു കൂടി ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നതിനേക്കാൾ മരണമാണ് നല്ലത്. സംശയമില്ല, ഞാൻ നിനക്ക് നല്ലത് പറഞ്ഞു തരാം. നിനക്ക് ഉത്സാഹമുണ്ടെങ്കിൽ ഇപ്പോൾ നിന്റെ മകനെ രാജാവ് യുവരാജാവായി വാഴിക്കും. കൂടാതെ ദശരഥന്റെ ആജ്ഞയനുസരിച്ച് രാമൻ 14 വർഷം കാനനവാസവും അനുഭവിക്കണം. അതോടെ രാജ്യം മുഴുവൻ ഭരതന്റെ കീഴിലാവും. വലിയ കീർത്തിയോടുകൂടി നിനക്കും ദീർഘകാലം കഴിയാം. വേണമെങ്കിൽ കാര്യസാധ്യത്തിനുള്ള ഒരു ഉപായവും ഞാൻ പറഞ്ഞു തരാം. പണ്ട് ദേവാസുര യുദ്ധത്തിൽ തന്നെ സഹായിക്കാനുള്ള ഇന്ദ്രന്റെ അപേക്ഷ മാനിച്ച് ദശരഥൻ വില്ലും ശരങ്ങളും എടുത്തുകൊണ്ട് സൈന്യത്തോടു കൂടി നിന്നോടൊരുമിച്ച് സ്വർഗത്തിലെത്തി. അസുരന്മാരുമായുള്ള യുദ്ധത്തിനിടയിൽ ദശരഥൻ തന്റെ തേർചക്രത്തിലെ അച്ചാണി മുറിഞ്ഞത് അറിഞ്ഞില്ല. അച്ചാണിയുടെ ദ്വാരത്തിൽ സധൈര്യം കൈത്തണ്ട് കടത്തി ദശരഥന്റെ ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടി യുദ്ധം കഴിയുന്നത് വരെ കൈ പുറത്തെടുത്തില്ല. ശത്രുക്കളെയെല്ലാം വധിച്ച് രാജാവ് യുദ്ധം മതിയാക്കിയപ്പോൾ നിന്റെ പ്രവൃത്തിയിൽ അത്ഭുതവും സന്തോഷവും തോന്നി നിന്നെ വീണ്ടും വീണ്ടും ആലിംഗനം ചെയ്ത് പുഞ്ചിരിയോടെ രാജാവ് പറഞ്ഞു, നിന്റെ പ്രവൃത്തി വളരെ നന്നായി. അത് തന്നെ സന്തുഷ്ടനാക്കി. നീ എന്നെ രക്ഷിച്ചതിന് നിനക്ക് ഞാൻ 2 വരം നൽകുന്നു. എന്താണ് വേണ്ടതെന്ന് പറയൂ. ഭർത്താവിന്റെ വാക്കുകൾ കേട്ട് കൈകേയി സന്തോഷത്തോടെ ഇങ്ങനെ പറഞ്ഞു, അങ്ങു നൽകിയ 2 വരവും ഞാൻ അങ്ങയെ തന്നെ ഏൽപ്പിക്കുന്നു. ഞാൻ ഇനിയൊരിക്കൽ ആവശ്യപ്പെടുമ്പോൾ തടസ്സമൊന്നും പറയാതെ എനിക്ക് തന്നാൽ മതി. അന്നു തരാമെന്നേറ്റിരുന്ന 2 വരവും മടികൂടാതെ ആവശ്യപ്പെടണം. ഇക്കാര്യം ഞാനും മറന്നിരിക്കുകയായിരുന്നു. ഈശ്വരേച്ഛ കൊണ്ട് ഇപ്പോൾ അത് ഓർമ്മ വന്നു. ഇനി വേഗം ധൈര്യമായി നീ കോപാലയത്തിൽ പോയി കിടക്കണം. ആഭരണങ്ങൾ പൊട്ടിച്ചെറിഞ്ഞ് മനോഹരമായ തലമുടി അഴിച്ചിട്ട് ഭൂമേനിയാകെ പൊടി പുരണ്ട് മലിനവസ്ത്രം ധരിച്ച് കണ്ണീരുകൊണ്ട് മുഖവും മുലയും നനച്ച് നിലത്ത് കിടക്കണം. രാജാവ് സത്യം ചെയ്താൽ ഉടൻ തന്നെ കരഞ്ഞുകൊണ്ട് മനസ്സുറപ്പോടെ 2 വരങ്ങളും ചോദിക്കുക. മന്ദര പറഞ്ഞതെല്ലാം തന്റെ ഗുണത്തിനാണെന്ന് കരുതി അവൾ പറഞ്ഞതിന് ഒരു മാറ്റവുമില്ലാതെ കൈകേയി കോപാലയത്തിൽ ചെന്ന് കിടന്നു. കൈകേയി മന്ദരയോട് പറഞ്ഞു, രാമൻ കാട്ടിലേക്ക് പോകുന്നത് വരെ ഞാൻ ഇവിടെ കിടക്കും. അല്ലെങ്കിൽ ജീവൻ കളയും തീർച്ച. രാജ്യം ഭരിക്കുന്നതിന് ദശരഥൻ ഭരതനെ അഭിഷേകം ചെയ്യും. ഞാൻ നിനക്ക് അനുഭവിക്കുന്നതിനായി 100 ദേശങ്ങൾ തീർച്ചയായും തരും. ഈ പറഞ്ഞതിന് ഒരു മാറ്റവും വരാതെ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ നീ വിചാരിച്ച കാര്യം നടക്കും എന്ന് പറഞ്ഞിട്ട് മന്ദര പോയി. അവൾ പറഞ്ഞതനുസരിച്ച് കൈകേയി പ്രവർത്തിച്ചു. ശ്രീരാമന്റെ അഭിഷേകത്തിന് വേണ്ടതെല്ലാം തയ്യാറാക്കാൻ ഏർപ്പാട് ചെയ്തിട്ട് ദശരഥൻ അന്തപുരത്തിലേക്ക് കടന്നു. തന്റെ പ്രിയങ്കരിയായ പത്നിയെ അവിടെ കാണാഞ്ഞതുകൊണ്ട് പരിഭ്രമിച്ച അദ്ദേഹം ഇങ്ങനെ വിചാരിച്ചു, മുമ്പ് ഇവിടെ ഞാൻ വരുമ്പോഴൊക്കെ പുഞ്ചിരിയോടെ എന്നെ സ്വീകരിക്കാൻ എത്താറുള്ള സുന്ദരിയായ ഇവൾ എവിടെ പോയി? എന്റെ ഉന്മേഷമെല്ലാം കുറഞ്ഞു. അനന്തരം ദാസിമാരോട് ഇപ്രകാരം ചോദിച്ചു, നിങ്ങളുടെ യജമാനത്തിയായ മംഗളഗാത്രി എവിടെ പോയി? പറയുവിൻ. ഇതിനുത്തരമായി തോഴിമാർ ഇങ്ങനെ പറഞ്ഞു, രാജാവേ, ഞങ്ങളുടെ സ്വാമിനി കോപാലയത്തിൽ പ്രവേശിച്ചിരിക്കുന്നു. കാരണം എന്താണെന്നറിയുന്നില്ല. അങ്ങ് അവിടെ പോയി ദേവിയുടെ മനസ്സറിഞ്ഞ് പ്രവർത്തിച്ചാലും. ഇത് കേട്ട ദശരഥൻ ഭയത്തോടും സംഭ്രമത്തോടും കൂടി കൈകേയിയുടെ അടുത്ത് ചെന്നിരുന്ന് അവളെ പതുക്കെ തലോടിക്കൊണ്ട് ഇങ്ങനെ ചോദിച്ചു, സുന്ദരി, വല്ലഭേ, നാഥേ, ഈ വെറും നിലത്ത് പൊടിയുമണിഞ്ഞ് നീ സങ്കടത്തോടു കൂടി കിടക്കുന്നത് എന്തിനാണ്? അല്ലയോ ഗുണശീലേ മനോഹരി, നിന്റെ ദുഃഖ കാരണം എന്നോട് പറയുക. എന്റെ പ്രജകളിൽ ആരും തന്നെ നിനക്ക് പ്രിയമല്ലാത്തതൊന്നും ചെയ്യുകയില്ല. സ്ത്രീകളോ പുരുഷന്മാരോ ആരാണ് നിന്നോട് അഹിതം പ്രവർത്തിച്ചത്? ശിക്ഷിക്കപ്പെടേണ്ടവനായാലും വധിക്കപ്പെടേണ്ടവനായാലും എനിക്കൊരു പ്രയാസവുമില്ല. എന്തെങ്കിലും ദരിദ്രൻ നിനക്ക് ഇഷ്ടനായിട്ടുണ്ടെങ്കിൽ അവനെ ഞാൻ ധനികനാക്കാം. സമ്പന്നൻ നിനക്ക് അനിഷ്ടം ചെയ്തിട്ടുണ്ടെങ്കിൽ അവനെ നിർധനനാക്കാം. എന്റെ ജീവനേക്കാൾ പ്രിയപ്പെട്ടവനാണ് എന്റെ മകനായ രാമൻ. അങ്ങനെയുള്ള രാമൻ സത്യമായിട്ടും സ്ത്രീരത്നമായിട്ടുള്ള നിന്റെ ആഗ്രഹം എന്തായാലും അത് സാധിച്ചു തരും. ഇങ്ങനെ നീ എന്നെ സങ്കടപ്പെടുത്തരുത്. ദശരഥൻ ഇങ്ങനെ സത്യം ചെയ്തു പറഞ്ഞത് കേട്ട് സന്തുഷ്ടയായ കൈകേയി കണ്ണുനീർ തുടച്ച് എഴുന്നേറ്റിട്ട് ഇപ്രകാരം പതിയെ പറഞ്ഞു, സത്യം നിറവേറ്റുന്നതിൽ നിഷ്ഠയുള്ള അങ്ങ് എന്നോട് പറഞ്ഞത് സത്യമാണെങ്കിൽ എനിക്കിഷ്ടമായ കാര്യം അങ്ങയോട് പറയാം. അങ്ങ് ചെയ്ത ശപഥം ലംഘിക്കരുത്. പണ്ട് നടന്ന ദേവാസുര യുദ്ധത്തിൽ അങ്ങയെ ആപത്തിൽ നിന്ന് ഞാൻ രക്ഷിച്ചു. അതിൽ സന്തുഷ്ടനായ ഭവാൻ എനിക്ക് 2 വരങ്ങൾ തന്നില്ലേ? വേണ്ട അവസരത്തിൽ ആ വരങ്ങൾ ആവശ്യപ്പെട്ടുകൊള്ളാമെന്ന് പറഞ്ഞ് അവ ഞാൻ അങ്ങയെ തിരിച്ചേൽപ്പിച്ചല്ലോ. ആ വരങ്ങൾ 2ഉം വാങ്ങാൻ ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നു. അവയിലൊന്ന്, അങ്ങ് ഇന്ന് ഭരതനെ യുവരാജാവായി അഭിഷേകം ചെയ്യണം. 2, രാമൻ ഇന്ന് തന്നെ വനവാസത്തിന് പോകണം. രാമൻ ജടയും മരൂരിയും ധരിച്ച് 14 വർഷം വനത്തിൽ കായ്കനികളും ഭക്ഷിച്ച് താമസിക്കണം. രാജ്യഭരണം ഭരതനെ ഏൽപ്പിക്കണം. പ്രഭാതത്തിൽ തന്നെ രാമൻ കാട്ടിലേക്ക് പോകണം. ഈ 2 വരങ്ങളും തന്നാൽ ഇന്ന് ഞാൻ മരിക്കുകയില്ല തീർച്ച.
കൈകേയിയുടെ വാക്കുകൾ കേട്ട് മനസ്സ് പതറിയ രാജാവ് വജ്രായുധമേറ്റ് പർവ്വതങ്ങൾ ചിറകറ്റ് ഭൂമിയിൽ വീണതുപോലെ ബോധം കെട്ട് നിലത്ത് വീണു. അല്പസമയം കഴിഞ്ഞ് അദ്ദേഹം കണ്ണീർ ചൊരിഞ്ഞ് വിറച്ചുകൊണ്ട് പറഞ്ഞു, അയ്യോ, സഹിക്കാൻ കഴിയാത്ത വാക്കുകൾ കേൾക്കാനിടയായല്ലോ. ഞാൻ ദുസ്വപ്നം കാണുകയാണോ, അതോ എന്റെ മനസ്സിലെ സമനില തെറ്റിയോ? എന്റെ മരണകാലം എടുത്തോ? പങ്കജാക്ഷ, പരബ്രഹ്മമേ, ദൈവമേ, ഇവൾ എന്താണ് ചെയ്തത്? പെൺപുലിയെ പോലെ അടുത്തു കഴിയുന്ന ക്രൂരയായ കൈകേയിയുടെ മുഖം നോക്കി ഭയത്തോടെ ദശരഥൻ ദീർഘമായി നെടുവീർപ്പിട്ടുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു, ഭദ്രേ, നീ എന്താണ് ഇങ്ങനെ പറയുന്നത്? നിന്നോട് രാമൻ എന്തു പിഴച്ചു? എന്റെ ജീവൻ നശിപ്പിക്കുന്ന തരത്തിലുള്ള വാക്കാണ് നീ ഇപ്പോൾ പറഞ്ഞത്. കാരണം മുമ്പ് രാമന്റെ ഗുണങ്ങൾ പുകഴ്ത്തി പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ടല്ലോ. അവനും ഞാനും കൗസല്യാദേവിയും തമ്മിൽ ഒരു വ്യത്യാസവുമില്ല എന്നാണല്ലോ നീ മുമ്പും പറഞ്ഞിട്ടുള്ളത്. ആ നിനക്ക് ഇപ്പോൾ ഇങ്ങനെ തോന്നാൻ എന്താണ് കാരണം? നിന്റെ മകന് രാജ്യം തരാം, അതിന് രാമൻ കാട്ടിൽ പോകണമെന്നുണ്ടോ? കൈകേയിയുടെ നിർബന്ധബുദ്ധിയും ശ്രീരാമനുമായുള്ള വേർപാടും ചിന്തിച്ച് ദുഃഖസമുദ്രത്തിൽ മുങ്ങിയ രാജാവ് ബോധം കെട്ടു വീണു. പിന്നീട് ഉണർന്നെഴുന്നേറ്റ് ഇരുന്നും കിടന്നും മകനെ ഓർത്ത് കരഞ്ഞും പറഞ്ഞും സദാ രാമ രാമ എന്ന് പറഞ്ഞ് വിലപിച്ച് രാത്രി 1 വർഷം പോലെ തള്ളി നീക്കി. രാത്രിയാകുന്ന ഈ രാക്ഷസി നീങ്ങുന്നില്ലല്ലോ എന്നും പറഞ്ഞ് സൂര്യനെ കാണാഞ്ഞ് ആകാംക്ഷയോടെ നോക്കിയും പുരവാസികൾ ആനന്ദക്കടലിൽ മുഴുകി സമയം തള്ളി നീക്കി. രാമായണ മാസം 6-ാം ദിവസത്തെ രാമായണ കഥ ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.